മലപ്പുറം റവന്യൂ ജില്ലയിൽ ഒരുപാട് പഴക്കമുള്ള പാരമ്പര്യത്തിന്റെ പ്രൗഢിയുള്ള ആ ഒരു മഹത്വമുള്ള വിദ്യാലയത്തിന്റെ തിരുമുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏതാണ്ട് 75 വയസ്സ് പൂർത്തിയാവുന്ന ഈ വിദ്യാലയത്തിന്റെ ഒരു ട്രേഡ് മാർക്കാണ് ഈ നാലുകെട്ട്. നമുക്ക് വേറെ എവിടെ ചെന്നാലും ഈ പഴമ, ഈ പുതിയ കാലത്ത് ഈ പഴമ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു കെട്ടിടം കാണാൻ കഴിയില്ല. എത്രയൊക്കെ പുരോഗമനം വന്നാലും, എത്രയൊക്കെ പുതിയ കോൺക്രീറ്റ് കാടുകൾ വന്നാലും മനോഹരമായ ഈ ഒരു കെട്ടിടം ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നതാണ് ഈ VMC എന്ന് പറയുന്ന വിദ്യാലയത്തിൽ പഠിച്ചു പോയവരുടെയും ജോലി ചെയ്തവരുടെയും ഒക്കെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ നടുമുറ്റം. ഇന്ന് ഈ നടുമുറ്റം ഒരു പ്രത്യേക രീതിയിലാണ് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഈ വിദ്യാലയത്തിലെ ഹരിത ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ പൂന്തോട്ടം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ അധ്യാപികമാരും അധ്യാപകരും കുട്ടികളും ചേർന്ന് ഒരുപാട് കാലത്തെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് ഈ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. NGC എന്ന ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പൂന്തോട്ടം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ ദിവസവും സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളോടൊപ്പം കുട്ടികൾ ഈ പൂന്തോട്ടം നനയ്ക്കുകയും ചെടികൾ നട്ടുപിടിപ്പിക്കുകയും കളപറിച്ചും വളമിട്ടും ഇതിനെങ്ങനെ പരിപാലിച്ചു കൊണ്ടുവരുന്നത്. ഇന്ന് എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്ന നിറയെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടം ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള അധ്വാനം ഈ ഹരിത ക്ലബിൻ്റെതാണ്. പ്രധാനാധ്യാപിക ഉഷ ടീച്ചർ പറഞ്ഞ പോലെ ഇവിടെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ, ഇവിടെ ഒരു തവണയെങ്കിലും വന്നു പോകുന്നവർക്കൊക്കെ VMC എന്ന് പറയുന്നത് ഒരു വികാരമാണ്, ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയാണ്, ഒരു ആഘോഷമാണ്, ഒരു ഉത്സവമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. 75 വർഷങ്ങളായി ഇവിടെ പഠിച്ചുപോയ ഓരോരുത്തരും ഇന്നും ഈ വിദ്യാലയത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ ഓരോ കാലത്തും ഇവിടെ വന്നു പോകുന്ന കുട്ടികളും ഓരോ കാലത്തും ഇവിടെ പ്രവർത്തിച്ച അധ്യാപകരും ഒക്കെ തന്നെയാണ് അതിന് കാരണം. പിന്നെ ഈ VMCയെ എന്നും നെഞ്ചോട് ചേർക്കുന്ന വണ്ടൂരിലെ ഓരോ മനസ്സും. വണ്ടൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഗൃഹാതുരത്വം മാത്രമല്ല, ഈ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഓരോ ടീച്ചർക്കും ഈ സ്കൂൾ ഒരു അഭിമാനം തന്നെയാണ്. ഒരു ശാന്തമായ അന്തരീക്ഷവും ഇവിടെ ഈ കലാമേളയ്ക്ക് വേണ്ടി വന്നുപോയ എല്ലാവരും തന്നെ അഭിപ്രായപ്പെട്ടത് മലപ്പുറം ജില്ലയിൽ ഇത്തരം ഒരു സ്കൂളുള്ളത് ഞങ്ങൾ ആദ്യമായിട്ടാണ് അറിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ സ്കൂളിലെ HM അല്ലെങ്കിൽ ഇവിടുത്തെ ടീച്ചർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തീർത്തും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു നടുക്ക് കാണുന്ന ഈ ഒരു പൂന്തോട്ടം എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സും പ്രത്യേകിച്ച് അസ്നത്ത് ടീച്ചറും കുട്ടികളും ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിലെ ആ വരകളൊക്കെ എൻ്റെ മക്കൾ ചെയ്തു തന്നെയാണ്. അതൊന്ന് ക്ലോസപ്പ് എടുത്തിട്ട് കാണിച്ചു വിട്ടു കേട്ടോ. എൻ്റെ മക്കളാണത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ ആ ഒരു കഴിവ് ടീച്ചറുടെ കയ്യിലൂടെ കടന്നു പോയപ്പോൾ അത് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് വേറെ ഒരു പ്രത്യേകത. അപ്പോൾ എന്തായാലും ഈ കലാമേളയ്ക്ക് ആതിഥ്യം വഹിക്കാൻ കഴിഞ്ഞ ഞങ്ങൾ എന്നും ഭാഗ്യവാന്മാരാണ്. അതിന് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരുമാണ്. താങ്ക് യു ടീച്ചർ. VMCയുടെ ഈ നടുമുറ്റത്ത് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഈ പൂന്തോട്ടത്തിന് കഠിനമായി അധ്വാനിക്കാൻ കുട്ടികളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടു നടന്ന ഒരു അധ്യാപികയുണ്ട്, ഹസ്നത്ത് ടീച്ചറെ. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കും. VMC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിമനോഹരമായുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സ്കൂളാണ്. അതിലേക്ക് വരുന്ന ഓരോരുത്തർക്കും വളരെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടം ഒരുക്കുക എന്നായിരുന്നു നമ്മുടെ ഹരിത ക്ലബ്ബ്, കുട്ടികൾക്ക് നാച്ചുറൽ ക്ലബ്ബ് എന്നുള്ള ഹരിത ക്ലബിന്റെ പ്രവർത്തനമാണ്. എല്ലാ കുട്ടികളും സജീവമായിട്ട് രാവിലെ മുതൽ സ്കൂൾ വിട്ടു പോയാലും ഈ പൂന്തോട്ടം വളരെ പരിപാലിക്കുന്നുണ്ട്. പ്രകൃതിദത്ത മീൻസ് നമുക്ക് പഴയ പൂക്കളൊക്കെ വെച്ചിട്ട് ഒപ്പം തന്നെ നമ്മൾ HMന്റെ നല്ല പ്രോത്സാഹനമുണ്ട്. കൂടെ നമ്മൾ ടീച്ചേഴ്സിന്റെ പ്രോത്സാഹനമുണ്ട്. കുട്ടികൾ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്. ഒരാൾ പോലും നമ്മൾ പുറത്തുനിന്ന് വരക്കുന്ന ഒരാളെ കവച്ച് വെച്ചുകൊണ്ടുള്ള ചിത്രരചനയാണ് നമ്മൾ കുട്ടികൾ അതിൽ കാഴ്ച വെച്ചിരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ നേതൃത്വം കൊടുത്തു എന്ന് മാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. കുട്ടികൾ വളരെയധികം HMനെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ, കാരണം HM വേണ്ടത്ര ചിത്രം വരയ്ക്കാൻ ആവശ്യമായുള്ള പെയിന്റിങ്സ് കുട്ടികളെ ഒരുക്കി തന്നിട്ടുണ്ട്. ടീച്ചേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഇതിലെല്ലാ കുട്ടികൾക്കും നിർദ്ദേശവും കൊടുക്കുന്നുണ്ട്, നേതൃത്വം കൊടുക്കുന്നുണ്ട്. VMCയുടെ നാലുകെട്ടിന്റെ ഈ നടുമുറ്റം ഇങ്ങനെ ഒരു ഉദ്യാനമാക്കി മാറ്റിയ ഉദ്യാന പാലകരാണ് നമ്മളോടൊപ്പം. ഇവരാണ് ഇവിടെ ഈ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. ഇവരെ പോലെയുള്ള കൂട്ടുകാരാണ് ഇവിടെ ഈ പൂക്കളൊക്കെ ഉണ്ടാക്കിയത്. എന്താണ് ഈ പൂന്തോട്ടം ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്കുള്ള പ്രചോദനം? പഠിക്കാൻ കുട്ടികൾക്ക് പറ്റിയൊരു അന്തരീക്ഷമാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ. അത് നിർമ്മിക്കാൻ വേണ്ടി സഹായിച്ചു എന്നതാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ അത്
മനോഹരമായി തീർക്കാൻ വേണ്ടി ഞങ്ങൾ ചിത്രങ്ങളും അതിൻ്റെ ഒപ്പം വരച്ചു ചേർത്തു. അതിന് കഴിവേറിയ കുട്ടികൾ BMC ഉണ്ടായതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു കഴിവുള്ള കുട്ടികൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് വേറെ എവിടെ തെരഞ്ഞുകൊണ്ട് ഇല്ല, സ്വന്തമായിട്ട് കുട്ടികൾ ഉണ്ടായതുകൊണ്ട് കുട്ടികളെ എന്തിനും ഈ പൂന്തോട്ടത്തെ നിർമ്മിക്കാൻ മാത്രമല്ല ഈ സ്കൂളിനെ തന്നെ അതിന്റെ ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള മക്കളാണ് ഇവിടെ ഉള്ളത്. വണ്ടൂരിന്റെ ആ ഒരു കഴിവ് ആ 1948 കാലത്ത് ഈ വിദ്യാലയം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച ക്രാന്തദർശികൾക്ക് അകലങ്ങളിലിരുന്ന് നക്ഷത്രങ്ങളായിരിക്കുമ്പോൾ സന്തോഷത്തോടെ വീണ്ടും വീണ്ടും ഓർക്കാം. തങ്ങളുടെ തീരുമാനം എവിടെയും പിഴച്ചില്ല. BMC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നും ഉയരങ്ങളിലേക്ക്